ഹലോ ഹലോ ഹലോ, ആന്റിക്ക് എന്താ ഉള്ളത്? ആന്റിക്ക് എന്താണ് ഇല്ലാത്തത്? അതല്ല, ആന്റിക്ക് എന്തെങ്കിലും ഉണ്ടോന്ന്? പിന്നെ ഇഷ്ടംപോലെ പൊങ്ങച്ചോണ്ട് അഹങ്കാരമുണ്ട്, അതിലെ അങ്കിൾ കളഞ്ഞിട്ട് പോയത്. എടോ, പഴയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന്? പഴയ സാധനങ്ങൾ തന്നെ എഴുതിക്കൊണ്ട് വന്നത്, ഡയറക്ടർ ഓടിച്ച്. അപ്പൊ പഴയൊന്നും ഇല്ലേ? പഴയതുണ്ട്, 1-2 എവിടെയെങ്കിലും ഞങ്ങൾ കുത്തിക്കയറ്റി, അത് വേറെ കേസ്. എടോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കിയാൽ എന്റെ ക്യാരക്ടർ വിട്ടുപോകും. ഹേ, പിന്നെ സ്കിറ്റ് മുന്നോട്ട് പോകത്തില്ല. വെച്ചിട്ട് പോടോ. എന്റെ പണി വിളിച്ചിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് പോനോ? നീ ആണോടാ വെച്ചിട്ട് പോടാ? എടാ അമ്പിളിക്കുട്ടാ, വായുമ്പോൾ നീക്കാതെ ആ പഴയ സാധനങ്ങളുടെ പൊടിയൊക്കെ ഒന്ന് അടിച്ചു വയ്യടാ അങ്ങോട്ട്. മുതലാളിക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട്. പഴയ സാധനങ്ങളല്ലേ, അതിന്റെ പൊടി എന്ത് അടിക്കുന്നത്? പഴയത് 17 ഇരുന്നാലും ഇവിടെ ആള് വന്ന് കയറത്തുള്ളൂ. എന്താ ഒരു പട്ടി ഇവിടെ കയറാത്തത്? അത്ഭുത വിളക്ക്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിതിങ്ങനെ തുടയ്ക്കുമ്പോ ഇതിനകത്തൊന്ന് ഭൂതം വരും ഇല്ലേ? ഈ പഴയ സ്കിറ്റ് അങ്ങനല്ല, അതൊക്കെ ചുമ്മാതെയാണ്. ഭൂതവും പ്രേതവും ഒന്നും നമ്മളെ ജീവിതത്തിലൊന്നും ഇല്ല. അപ്പൊ മനസ്സിലായില്ലേ? കണ്ട, ഒരു ഭൂതവും വന്നില്ല. അതാ ആടാ കോളിംഗ് ബിൽ അടിക്കുന്നത്. ഈ പിള്ളേരെ കാര്യം ഇതാണ്. അത് ഈ കോളിംഗ് ബിൽ അടിക്കുന്നെന്ന് പറഞ്ഞ് ഇത്ര വലിയ കൗണ്ടർ ഒന്നും ഇല്ല കേട്ടോ, ഇങ്ങനെയോടൊന്ന് ചിരിക്കാൻ. അയ്യോ മാമ, പിന്നെ മുതലാളി ഇവിടെ ഇല്ല, ഇപ്പൊ വെളിയിലോട്ട് പോയുള്ളൂ. മാമനാ? മുതലാളിയുടെ അച്ഛനല്ലേ? ഞാൻ നിന്റെ മുതലാളിയുടെ അച്ഛനൊന്നും അല്ല. രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു. ഞാൻ ഭൂതണ്ട. നീ ഊതണ്ട, ഊത അറിയാവുന്നൊരു ഊതട്ട്. നമ്മളെന്തിന്റെ എന്റെ ഇടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നത്? നീ കുറച്ചു നേരത്തെ ഒരു ചെമ്മിനോളൊക്കെ വരച്ചായിരുന്ന, അതിനകത്ത് വന്ന ഭൂതമാണ് ഞാൻ. ആര്? ഞാൻ. എന്നാ നിങ്ങൾക്ക് ടൈമിംഗ് തെറ്റി. നിങ്ങൾ ഇതിൽ നിന്നല്ല വരാനുള്ളത്. ഞാൻ ഇത് ഒരയ്ക്കുമ്പോ വേണം നിങ്ങൾ വരാൻ. ഓ എന്റെ പൊന്നു സുഹൃത്തേ, അലാവുദ്ദീനെ പണ്ടത്തെ കഥ അറിയാലോ? അത്ഭുത വിളക്കിന്ന് ഭൂതം വന്ന് കുറെ ക്ലീശ ഡയലോഗ് അടിച്ച് അയ്യ അതിൽ കയറി ലോജിക്ക് പിടിക്കാൻ നിക്കല്ലേ ദേവിയത്. ശുദ്ധഹാസ്യത്തിന് വേണ്ടി ഇറക്കുന്ന ഒരുപാട് കോമഡി ശാസ്ത്രജ്ഞന്മാരുണ്ട്. യൂട്യൂബിൽ കയറി കമന്റ് ഇട്ട് കൊല്ലും. അതുകൊണ്ടാ ഉള്ള ലോജിക്കിൽ അങ്ങ് പോട്ടെ പ്ലീസ്. അടുത്ത പൊങ്കാലക്കുള്ള ഉരുട്ടി കൂട്ടയാണ്. അപ്പൊ ഞാൻ ഭൂതമാണെന്ന് മനസ്സിലായല്ലോ? എനിക്കൊരു സംശയമുണ്ട്. വീണ്ടും സംശയം ഉണ്ടാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. അത് ഞാൻ ആദ്യം വന്ന് പറയുന്ന സാധനം പറയാത്തോണ്ടാണ്. എന്തെന്ന്? നസീർ, നസീറ, ഹുസൈൻ, ഹുസൈൻ, ഷുക്കൂർ. എന്തോ ഒരു ചെറിയ അപകടം പറ്റിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഹലോ ജീനി ഭൂതം. പണ്ട് അലാവുദ്ദീൻ അരച്ചില്ലേ മറ്റേ വിളക്ക്? ആദ്യം നീ എന്താണ് പറഞ്ഞത്? ഓ അതായിരുന്ന ഹുസൂർ. എന്നാലും എനിക്കൊരു സംശയം. പിന്നെ നിങ്ങൾ ഈ ഭൂതങ്ങളൊക്കെ വരുമ്പോ നല്ല പുകയൊക്കെ വരുമല്ലോ, പുകയില്ലായിരുന്നല്ലേ? പുകയെല്ലാം ഉണ്ടായിരുന്നടാ. ഇപ്പൊ പൊല്യൂഷൻ ടെസ്റ്റിനൊക്കെ ഭയങ്കര കർശനമാക്കിയില്ലേ, അതുകൊണ്ട് ആ പുകയെല്ലാം ഞാൻ ഒഴിവാക്കി. അതൊന്നുമില്ല. എങ്കിലും മനസ്സിലായി? വിശ്വസിച്ച? മനസ്സിലായി. ഇനി വിശ്വസിച്ചില്ല. ഇന്നാ ഇതെന്റെ ഭൂതാർ കാർഡ്. ഞങ്ങളുടെ ലോകത്ത് ഞങ്ങളെ തിരിച്ചറിയാനുള്ള പത്രികയാണ് ഭൂതാർ കാർഡ്. നിങ്ങൾക്കില്ല ആധാർ കാർഡ്? ആധാർ കാർഡ് ഉണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ചെന്നിരിക്കും ആധാർ കാർഡ് കൈ കിട്ടുമ്പോ ഇതേപോലെ ഭൂതാർ കാർഡ്. അങ്ങനെ 1000 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മോചിതനായി, ഞാൻ സ്വതന്ത്രനായി. ഭാര്യ. ഹലോ ഹലോ ഭാര്യേ. ഹലോ കണ്ടാ, 1000 വർഷം ഈ വിളക്കിനകത്ത് കയറി കിടന്നവനാണ് ഞാൻ. ഇന്ന് മോചിതനായതേ ഉള്ളൂ. തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കയറും. ഞാൻ വീണ്ടും അതിനകത്ത് കയറട്ടാണ്. അവസ്ഥ ഇതാണ് എന്റെ വീട്ടിലെ അവസ്ഥ. മനസ്സിലായ? എല്ലാം താഴെ വീഴും. ഇത്ര നാള് കഷ്ടപ്പെട്ടാണ് ഈ ഞാൻ ചിമ്മിനി വിളക്കിനകത്ത് കിടന്നത്. ഞാൻ ചോദിക്കാൻ വന്നത്, നിങ്ങൾ എങ്ങനെ ഈ ചിമ്മിനി വിളക്കിനകത്ത് വന്നത്? ഒന്നും പറയേണ്ട സുഹൃത്ത്. എന്തെങ്കിലും പറയണോ? അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ശമ്പളം അല്ല ഞാൻ പറഞ്ഞത്. സംഭവം എന്റെ അവസ്ഥയെ പറ്റി പറയേണ്ടെന്ന്. അതായത് ഈ ചിമ്മിനി വിളക്കിൽ മണ്ണെണ്ണ ഉണ്ടാന്ന് ഭാര്യ നോക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ മാജിക് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാല്ല. ഞാൻ ഇങ്ങനെ നോക്കണ്ട, ശരീരം അങ്ങ് ചെറുതാക്കി ഇതിനകത്ത് ഇറങ്ങി. എന്റെ തലതെറിച്ച് ഇളയ മോ ഉണ്ട്. ഇതിനെ അടപ്പൊന്ന് അടച്ചു കളഞ്ഞു. ഇത്ര നാളെന്നറിയാത്ത കിടന്നത്. വല്ലാത്ത അവസ്ഥ. എടേ പിന്നെ ഇതെന്താ സംഭവം? ഇത് ആന്റിക് ഷോപ്പ്, പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന തുണിക്കടേ. ആണ് കുപ്പായൊക്കെ ഇരിക്കുന്നു. വെറും കുപ്പായോ അല്ലേ? പിന്നെ
ഇത് മൈസൂർ സുൽത്താൻ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന കുപ്പായമാണ്. ആണാ? അപ്പൊ അയാൾ ഇതൊക്കെ ഊരിട്ട് ഇവിടെ തുണിയില്ലാതെയാണ് പോയത്? എന്ന് പറഞ്ഞു. മൈസൂർ ടിപ്പു സുൽത്താൻ പുള്ളിയുടെയാണ്. ടിപ്പു സുൽത്താനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബഹുമാനം ഇല്ലാതാണ് പറയുന്നത്. എനിക്ക് പുള്ളിയെടുത്ത് ബഹുമാനമൊന്നുമില്ല. എന്റെ അപ്പൂപ്പനില്ലായിരുന്നു പുള്ളിയെടുത്ത് ബഹുമാനം, പിന്നെയാണ് എനിക്ക്. അപ്പനും പുള്ളിയായിട്ട് പരിചയമുണ്ടാ? പരിചയമൊന്നുമില്ല. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് എന്റെ അപ്പൂപ്പനല്ലേ പടയോട്ട സമയം ടിപ്പുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞത്, അയ്യോ ഇതെന്റെ മണ്ണാണ്, ഒരു നുള്ള മണ്ണ് പോലും ഇതിന് ഞാൻ വിട്ടുതരില്ല എന്ന്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്ത് അപ്പൂപ്പന്റെ വായിൽ അടിച്ച് കയറ്റിട്ട് ആ മണ്ണിൽ തന്നെ ചവിട്ടി താത്തു. അതെന്തിന്? അപ്പൂപ്പൻ വെല്ലുവിളിച്ചത് മൈസൂരിലെ ടിപ്പുവിനാണല്ലോ, രതിദുർഗത്തിലെ പപ്പൂനെ അല്ല. ചേതാവേന ചിരിക്കുന്നതൊക്കെ ശരി. അപ്പൊ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. 1000 വർഷത്തിന് ശേഷം ഞാൻ പുറത്തു വന്നത് നീ കാരണമാണ്. നീയാണ് ഇന്ന് മുതൽ എന്റെ യജമാനൻ ഹുസൂർ. അപ്പൊ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. പക്ഷെ ഒരു കാര്യം, 3 വരെ ചോദിക്കാവും. ആലോചിച്ച് വേണം ചോദിക്കാം. ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. എന്നാ നിനക്കെല്ലാം ഓർമ്മ വരട്ടെ. 1ാമത്തെ വരം. അതല്ല, അത് മാറ്റിയാളാ. എന്നാ പിന്നെ എല്ലാം മാറ്റോട്ടെ. 2ാമത്തെ വരമായിട്ടുണ്ട്. ഇനി ഒരെണ്ണേ ഉള്ളൂ. അതെന്തായാലും ആലോചിച്ച് ചോദിച്ചാൽ മതി. പതിയെ സമയം എടുത്തോ, കുഴപ്പമില്ല. ഒരു വരവും കൂടെ ഉള്ളു. പിന്നെ എന്റെ വീടിന് നിറച്ച് മേലിലൊക്കെ നിറച്ച് മാറാലെയാണ്. അതുകൊണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, വീട് വൃത്തിയാക്കണം എനിക്ക്. അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. മാറണം. രാവിലെ കുറച്ച് വെള്ളം ചൂടാക്കി കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അത് വായിക്കകത്ത് എടുത്ത് ഒഴിക്കണം. എന്നിട്ട് മുകളിലേക്ക് നോക്കി കളകള. അപ്പൊ മാറാലെ മാറില്ല. എല്ലാം മാറാലെ എവിടെ ഇരിക്കണം എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ചൂടെടുത്ത് അടിച്ച് വൃത്തിയാക്കുക. എടാ 24 മണിക്കൂറും കുഞ്ഞിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലേ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ വന്നത് വൃത്തിയാക്കി തരാം. അല്ലെങ്കിൽ ഇനി വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. ഞാൻ വീട്ടിലൊന്നും പോകാറുണ്ട്. അത് വീട്ടിൽ നീ പോകാത്തതിന്റെ കാര്യം? വീട്ടിൽ പോകാൻ പറ്റൂല. കാര്യം? അതെ, എന്റെ മാമ സുഖമല്ല അടക്കായിരുന്നു. മാമന് ഭയങ്കര ആഗ്രഹം വെച്ച് കാറ്റൊക്കെ കൊള്ളണം. അയ്യോ പാവം. എന്റെ ഇരിക്കുന്ന ഫാൻ മേടിക്കാനൊക്കെ പൈസ. അങ്ങനെ ഞാൻ ഫാൻ മേടിക്കാൻ തപ്പി നടന്നു. പിന്നെ ഇലക്ട്രീഷ്യൻ തപ്പി നടന്നു. ആരെയും കിട്ടിയില്ല. നീ പിന്നെ എന്ത് ചെയ്ത്? ഞാനിവിടെ നിന്ന് പഴയ ഒരു ബ്രിട്ടീഷുകാരെ ഫാൻ എടുത്ത് കെട്ടി തൂക്കി. വർഷങ്ങൾ വഴക്കമുള്ളത് കെട്ടി തൂക്കി. എന്നിട്ട് ഞാൻ പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോ വീടിന്റെ ഫ്രണ്ടിൽ ടാർപ്പ, കസേര, ട്യൂബ്, ആള്. മാമ മരിച്ചായിരിക്കും അല്ലേ? ചായിരിക്കൊന്നല്ല, കൺഫേം. വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട. അങ്ങനൊന്നും പറയരുത്. എന്ത്? അങ്ങനെ ആർക്കും വേണ്ട നടക്കുന്നൊന്നുമല്ല ഞാൻ. പിന്നെ എനിക്കൊരു കാമുകിയൊക്കെ ഉണ്ട്. അവൾ എന്ന് വൈകുന്നേരത്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിക്കും കുടിക്കാൻ. നീ പോയി കുടിക്കുവോ? ഞാൻ എപ്പോഴത്തേക്ക് കൂട്ടുകാരോട് വെള്ളമൊക്കെ അടിച്ച് കറങ്ങി കിടക്കും. എടാ മരക്കിഴങ്ങ കാമുകി ജ്യൂസ് ഉണ്ടാക്കി തരുമ്പോ അത് കുടിക്കണോ? കണ്ട മാട്ട വെള്ളം കുടിക്കാൻ പോണോ? എന്തോ പറഞ്ഞിട്ട് ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് കാമുകിമാര് തരുന്ന ജ്യൂസ് ഒന്നും കുടിക്കാൻ പറ്റത്തില്ലെന്ന്. കൂട്ടുകാർ തരുന്ന 4 പെഗ്ഗാണെങ്കിൽ എഴഞ്ഞെങ്കിലും വീട്ടിൽ എത്താം. അപ്പൊ ഞാനൊരു കാര്യം പറയാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ അത് ഉപയോഗിച്ചോ, ഞാൻ പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരം ഉണ്ട്. എന്നെ എല്ലാരും കളിയാക്കും. എന്തിന് കണ്ണാടി വരെ എന്നെ കളിയാക്കും. കണ്ണാടി കളിയാക്കും? അതെങ്ങനെ? പിന്നെ കണ്ണാടിയെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. എന്റെ കുഞ്ഞുനാളില് ഞാൻ ഈ കണ്ണാടി നോക്കി ഒരുപാട് കൊഞ്ഞനം കുത്തി കണ്ണാടിയെ കളിയാക്കുമല്ലോ. ഇപ്പൊ കണ്ണാടി എന്നെ കളിയാക്കോ തിരിച്ച്? കണ്ണാടി നിന്നെ കളിയാക്കുന്നല്ലടാ. അതായത് ഇത്ര നീ പ്രായമായില്ലേ, നിന്റെ മുഖത്തൊക്കെ ചുക്കും ചുളിവൊക്കെ വീണ് നീ വല്ലാത്ത ലെവലായി പോയി. നിന്റെ മുഖം തന്നെ അവിടെ കാണുന്നത്. അത് ഞാൻ കളിയാക്കുവാണെന്ന് ഒരിക്കലും അല്ല. അപ്പൊ പിന്നെ അതെ, പിന്നെ ഞാൻ ഒരു വന്നപ്പോഴേ ചോദിക്കണമെന്ന്. ഈ ഭൂതങ്ങൾക്കൊക്കെ ഈ കറുത്ത തലമുടിയില്ലേ, നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഈ നരച്ചത്? ഈ തലമുടിയും താടിയൊന്നും അല്ല. വീട്ടിൽ ചെലവിന് കൊടുക്കാത്തന്നെ കരിമ്പ് തൊലി കളഞ്ഞു പൈപ്പ് ഉച്ചിന്ന് ഇടിച്ചിറക്കിയതാണ്. അങ്ങനെ. അപ്പൊ എന്തായാലും വേറൊരു കാര്യമുണ്ട്. എന്തായാലും നിനക്ക് 3ാമത്തെ വരം ചോദിക്കാനുള്ള സമയമായി. ഇനി പ്ലാഞ്ചി നിന്നിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ആലോചിച്ച് 3ാമത്തെ വരം ചോദിച്ചോ. അത് പിന്നെ മാറ്റാനും പറ്റത്തില്ല. 3ാമത്തെ വരം ആലോചിച്ച് ചോദിച്ചോ. ചോദിക്കട്ടാ? ചോദിച്ചോ തരാം. എനിക്കേ സിനിമ നടി ശ്വേതാമേനോനെ കല്യാണം കഴിച്ചേക്കോ? അങ്ങനെ സിനിമ നടി ശ്വേതാമേനോനെ കല്യാണം കഴിച്ചേക്കോ? പിറങ്കാലം ഒത്തിരി ചവിട്ടുന്നുണ്ടല്ലോ. ശ്വേതാമേനെ ആ സ്ത്രീയുടെ മുഖത്തോട്ട് നീ നോക്കടാ വന്നു. കണ്ട വൈഭവം കണ്ട? അവരുടെ ഭർത്താവിനെ നീ കണ്ടിട്ടുണ്ടാ? കയ്യൊക്കെ ഈ കനം വരും. അടി കെട്ടിക്കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞ സുഹൃത്തെ കണ്ണു തുറക്കുള്ളൂ. 7 ദിവസം കഴിഞ്ഞാൽ കണ്ണു തുറക്കുമല്ലോ. അതും വെള്ളം കുടിക്കാൻ വീണ്ടും കിടക്കും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. എനിക്കും കിട്ടും. ദയവ് ചെയ്ത് ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ കല്യാണം കഴിച്ചു തരാൻ പറയരുത്. അതൊഴിച്ച് നീ വേറെ എന്തുവാണോ ചോദിച്ചോ. നിനക്ക് വേണമെങ്കിൽ ആ ശ്രീവിദ്യ കല്യാണം കഴിച്ചാരാടാ? അത് എന്റെ കൂടെ നടക്കാനുള്ള സൗന്ദര്യം ഇല്ല. എലീന പഠിക്കൽ വേണ്ട. ഉമ്മ ചാടിത്തുള്ളൊക്കെ വളവള വർത്താനോ. വീട്ടിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ശ്വേതാമേന്റെ കാര്യം നടക്കില്ല. അതൊഴിച്ച് നീ വേറെ എന്ത് വേണോ ചോദിച്ചോ. എങ്ങനെ ഞാൻ നടത്തി തരും. പറ്റൂലേ? സത്യം, അത് പറ്റില്ല. ഒരു കാര്യം ചെയ്യും. എനിക്ക് ഒരുപാട് ബുദ്ധിയൊക്കെ തന്ന് എന്നെ ഒരു ഉത്തമ പുരുഷനാക്കി മാറ്റും. നിനക്ക് ശ്വേതാമേനായിട്ടുള്ള കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണോ, അത് അമ്പലത്തിൽ വെച്ച് വേണോ? നേരത്തെ ഇതല്ലല്ലോ പറഞ്ഞത്. അല്ല, നീ രണ്ടാമത് പറഞ്ഞ ഞങ്ങൾ ഏറ്റവും എളുപ്പം ഇതാടാ. ഭൂതേഷ് കുമാർ എന്റെ പ്രഭുവാണ്, അശരീര പ്രഭു. ബഹുമാനിക്കണം, തൊഴുതില്ല.
പ്രഭു പറയണം പ്രഭു. നിങ്ങൾ മോചിതനായതിൽ സന്തോഷം. എന്നാൽ നിങ്ങൾ ഈ ഭൂമിയിൽ കാണുവാനോ മിണ്ടുവാനോ പാടില്ലാത്ത ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ കാണുമുണ്ടേ ചെയ്താല അങ്ങനെ ചെയ്താ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്താൽ നിങ്ങൾ 2000 വർഷം വീണ്ടും വിളക്കിനകത്ത് കഴിയേണ്ടി വരും. 1000 വർഷം കഴിഞ്ഞത് തന്നെ എനിക്ക് തന്നെ അറിയാം. അയ്യോ ശരീര പ്രഭു, അതെ ആ പേരൊന്ന് പറഞ്ഞു തരാമോ? ആ മനുഷ്യന്റെ പേര് അമ്പിളിക്കുട്ടൻ. അങ്ങനെയൊക്കെ ഓരോരോ ജന്മങ്ങൾ ഉണ്ടടേ. പറയാൻ പോലെ നിന്റെ പേരും തോന്നുന്നു അമ്പിളിക്കുട്ടൻ. എടാ അശരീര്യം മോനെ. എടാ ഷൂട്ട് കഴിഞ്ഞിട്ട് ക്യാമറ സ്റ്റാൻഡ് മടക്കുമ്പോ പറഞ്ഞാൽ മതിയായിരുന്നല്ല. നേരത്തെ ആയിപ്പോയി. എന്നെ വീണ്ടും വിളക്കിലേക്ക് എന്നെ പോകാൻ ദൈവമേ. ഇടയ്ക്കൊക്കെ അങ്ങനെ നിങ്ങൾ പുറത്തിറക്കണം കേട്ടാ. തുറ എനിക്ക് എന്തായാലും എനിക്ക് വിധിച്ച് എന്നല്ലടാ 2000 വർഷം എനിക്ക് അതിനകത്ത് കിടക്കണം. വല്ലപ്പോഴും വന്നൊന്ന് ഒരിക്കെങ്കിലും ചെയ്യണേ ഈശ്വരാ. ശരി, ഞാൻ തുറന്നു വിടാം കേട്ടാ. നീ ചേതാമേനോന്ന് എനിക്ക് കെട്ടിച്ചേരൂല അല്ലടാ തെണ്ടി. ഞാൻ തുടങ്ങാം. അയ്യോ